റിപ്പീറ്റഡ് അബോർഷൻ ഉണ്ടായവർക്ക് ഗർഭാധാനത്തിനുള്ളിൽ കോശങ്ങൾ മാറി ഇങ്ങനെയുള്ള ഫൈബ്രസ് കോശങ്ങളുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ ആഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് അബോർഷൻ പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പം ഭ്രൂണത്തിന് വൈകല്യങ്ങളുണ്ടെങ്കിൽ വരാം, അണ്ടത്തിൻ്റെ തകരാറ് കൊണ്ടും പുരുഷബീജത്തിൻ്റെ തകരാറ് കൊണ്ടും അവർക്ക് അബോർഷൻ വരാം. പക്ഷേ ഈ റിപ്പീറ്റഡ് അബോർഷൻ വരുമ്പം അതുമൂലം അവിടെയുള്ള കോശങ്ങൾ മാറി അവിടെയുള്ള ഫൈബ്രസ് കോശങ്ങൾ വരികയും അങ്ങനെയുള്ള ഈ നോർമൽ കോശങ്ങൾ മാറി ഈ നാര് പോലുള്ള കോശങ്ങൾ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആഷർമാൻ മൂലം അവിടെയുള്ള സ്പേസുകൾ കുറയും. ഈ റിപ്പീറ്റഡ് അബോർഷൻ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജും നമ്മളവിടെ DNC ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയത്തിൻ്റെ ബേസിൽ ലെയർ ഉണ്ടാകുന്ന ഡാമേജും മൂലവും എന്തുപറ്റും, ഈ ആവരണത്തിന് കേടുപാട് വരാം. അത് അബോർഷന് വീണ്ടും ഒരു കാരണമാകും. ഭ്രൂണത്തിന് ഗർഭാശയഭിത്തി പിടിപിടിച്ച് വളരാൻ ഡിഫിക്കൽറ്റി വരും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ 3D അൾട്രാസൗണ്ട് നമ്മളെ സഹായകരമാണ്. പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം ഹിസ്റ്റോസ്കോപ്പി തന്നെയാണ്. ഹിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് ഒരു നേരത്തെ ട്യൂബ് കടത്തി യൂട്രസിന് ഉൾഭാഗം കാണുന്നതാണ്. കണ്ടിട്ട് നമുക്ക് അവിടെയുള്ള അഡീഷൻസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. യൂട്രസിനുള്ളിലേക്ക് ഒരു നേരത്തെ ട്യൂബ് കടത്തി അവിടെ അഡീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ നാല് പോലുള്ള കോശങ്ങൾ മാറുമ്പോൾ ഭ്രൂണത്തിൽ അവിടെ പറ്റിപ്പിടിച്ച് വിടാനുള്ള സാധ്യത കൂടും. അപ്പം ഈ റിപ്പീറ്റഡ് അബോർഷൻസ് ആഷർമാൻസ് ഉണ്ടാകാം. അബോർഷൻ വേറെ കാരണങ്ങൾ കൊണ്ട് വരാം. ഭ്രൂണത്തിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങളാകാം അബോർഷന് കാരണമാകുന്നു. പക്ഷേ റിപ്പീറ്റഡ് അബോർഷനുകൾ തന്നെ അവിടെയുള്ള നോർമൽ കോശങ്ങൾ മാറാനും പിന്നീട് അവിടെ ആഷർമാൻ സിൻഡ്രോം ഉണ്ടാകാനും അത് വീണ്ടും അബോർഷനൊരു കാരണമായി മാറിയെന്ന് വരാം. ഈ റിപ്പീറ്റഡ് അബോർഷന് ഗർഭാധാന ആവരണത്തിൻ്റെ ബേസിൽ ലെയറിന് ഡാമേജ് ഉണ്ടാകുകയും പിന്നീട് ഗർഭാശയ ആവരണത്തിന് സ്ഥിരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാകാനുള്ള കാരണമായി തീരുകയും ചെയ്യാം.